വീടിന് തീയിട്ട് അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന മകൻ, സംശയരോഗത്താൽ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, സ്വന്തം അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന മകൻ, കുടുംബാംഗങ്ങളെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കുന്ന ഒരു യുവാവ്, 2 വയസ്സുകാരിയായ പെൺകുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന അമ്മാവൻ. വെറും 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടന്ന പലവിധ കൊലപാതകങ്ങളിൽ ചിലത് മാത്രമാണിത്. ഒരു പ്രാണിയെപ്പോലും അകാരണമായി കൊല്ലരുതെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നവരുടെ നാടാണിത്. അവിടെയാണ് രക്തബന്ധങ്ങൾ രക്തച്ചൊരിച്ചിലിൽ അവസാനിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ടാകുമെന്ന് കരുതിയവരുടെ കൈകൊണ്ട് തന്നെ ഉയിരറ്റുപോകുന്നവരുടെ നിലവിളി ബാക്കിയാകുമ്പോൾ പരിഷ്കൃതമെന്നും സംസ്കാര സമ്പന്നമെന്നുമൊക്കെ ഇനിയും നാം ഈ നാടിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നത് എങ്ങനെയാണ്? സ്വന്തം വീടകങ്ങളിൽ പോലും ഒരു കത്തിമുന നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന ഭയപ്പാടിൽ ഈ സമൂഹത്തിന് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? ഒരുമിച്ച് തോളിൽ കൈയിട്ട് സൗഹൃദത്തിന്റെ നാരങ്ങാ മിഠായികൾ നുണയേണ്ട ചെറുബാല്യങ്ങൾ പരസ്പരം കൊല്ലുന്ന കാഴ്ചയെ എങ്ങനെ നാം അതിജീവിക്കും? ഹൃദയശൂന്യരായ കുറ്റവാളികളുടെ നാടായി ഈ മണ്ണിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്കാവില്ല. ചോരക്കുരുതികളുടെ കത്തിമുന കൊണ്ട് അടയാളപ്പെടുത്തേണ്ടതല്ല ഈ നാടിന്റെ പേരെന്ന ബോധ്യത്തിൽ നിന്നാകണം തിരുത്തലുകൾ ആരംഭിക്കേണ്ടത്. കുടുംബഹത്യകൾ പെരുകുന്ന ഈ കാലത്ത് പല തിരുത്തലുകളും കുടുംബത്തിൽ നിന്നു തന്നെ തുടങ്ങണം. ന്യൂസ് ബസ് ചോദിക്കുന്നു, ബന്ധുവാര്, ശത്രുവാര്?